ഹായ് എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് കോഴ്സ് എന്ന് പറയുന്ന സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഷെയറിംഗ് ട്രേഡിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആവേശത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പക്ക ഉടായിപ്പാണ്, ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ, അതുപോലെ ഞാൻ അറിയുന്ന ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ഇതാണ് ആദ്യം പറയുന്ന ഉത്തരം. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസണാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇതിന് ഉടായിപ്പാണ് അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് എന്ന് പറയാൻ കാരണം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഷെയർ മാർക്കറ്റിന്റെ ഒരു കോമ്പൗണ്ടിങ് മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1993 10,000 രൂപ ഇൻഫോസിസ് എന്ന് പറയുന്ന IT കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ വാല്യൂ 10,000 രൂപയുടെ വാല്യൂ നിങ്ങളുടെ ഷെയർ കോമ്പൗണ്ട് ചെയ്ത് ബോണസും അതുപോലെ ഡിവിഡൻറ്റും മറ്റെല്ലാ കാര്യങ്ങളും കോമ്പൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ 1.29 crore ആയിരിക്കും ഇന്ന് അതിന്റെ വാല്യൂ. ഇനി നമുക്ക് മറ്റൊരു ഷെയർ നോക്കുകയാണെങ്കിൽ MRF എന്ന് പറയുന്ന ഷെയറിൽ 10,000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.95 crore ആണ്. 2,95,00,000 രൂപയായിരിക്കും 10,000 രൂപ 1993 നിങ്ങൾ ഇൻഫോസിസ് MRF എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ആളുകൾ ഇതുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ കാരണം കുറച്ച് ആളുകൾ പറയും ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് ഒന്നാമത്തെ അവരുടെ ആ ഒരു അറിവില്ലായ്മ മാത്രമാണ്. അതുകൊണ്ട് എപ്പോൾ നിക്ഷേപിക്കണം, ഇപ്പം ഞാനൊരു വീഡിയോ നിങ്ങളോട് പറയും ഈ ഷെയർ വാങ്ങിക്കോളി, ഇപ്പോൾ മാർക്കറ്റ് നല്ല ഇത് കിട്ടും അല്ലെങ്കിൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഒന്നും നോക്കാതെ വാങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നത്തെ പറഞ്ഞത്. അപ്പോൾ അതിനോടുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു ഷെയറിനെ കുറിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് പഠിക്കാതെ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് മുൻകൂട്ടി തീരുമാനിച്ച ശേഷം മാത്രമേ ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയമല്ലേ, ഈ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന ഒരു കറക്ഷൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ അത് കുറഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ വാല്യൂ കുറയാൻ സാധ്യത കൂടുതലാണ്. കാരണം നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് ഒരു കറക്ഷൻ വന്ന ശേഷം നമ്മൾ ചാർട്ടൊക്കെ റെഡി ചെയ്ത ശേഷം എവിടെയാണ് അതിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സംശയം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പോകുമെന്നുള്ള സംശയമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്കൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 3,000 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കി 7,000 ഒരു കറക്ഷൻ വരുമ്പോൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു സ്റ്റോക്ക് തന്നെ നിങ്ങൾ ഒരു ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു 10 സ്റ്റോക്കുകളായിട്ടോ നമ്മൾ വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ ഒരു കൊട്ടയിൽ തന്നെ നിങ്ങൾ എല്ലാം മുട്ടയിടരുത്, പല കൊട്ടകളിലായിട്ടിടുക. കാരണം ആ കൊട്ടക്കെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം മുട്ടയും പൊട്ടിപ്പോവും. അതിന് പകരം പല കൊട്ടകളിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ കൊട്ടയിൽ ഏതെങ്കിലും 2-3 കൊട്ട പൊട്ടിയാലും ബാക്കി കൊട്ടകളൊക്കെ അവിടെ സേഫ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും നമ്മൾ ഒരു സ്റ്റോക്കിൽ മൊത്തം നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പല സെക്ടറുകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 സെക്ടർ മോശമാണെങ്കിലും മറ്റുള്ള സെക്ടറുകളൊക്കെ നമുക്ക് ലാഭം തരും. അപ്പോൾ അത് മാനേജ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ ആളുകൾ പറയുന്നത് അവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് എപ്പോഴും പ്രോഫിറ്റ് തരുന്നത് തന്നെയായിരിക്കും. അധികം 95% ആൾക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോഫിറ്റിലേ അവസാനിക്കാറുള്ളൂ. ട്രേഡിംഗ് ഒക്കെയാണ് പിന്നെ 95% ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ലോസ് ഒക്കെ വരാം. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗമാണ്, നമ്മൾ ഒരു ട്രേഡറെ വിശ്വസിച്ച് കുറച്ച് പൈസ കൊടുത്തിട്ട് അയാൾ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് മന്ത്ലി എമൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ മുങ്ങിക്കഴിഞ്ഞാൽ ടോട്ടലി എന്താ പറയുക, ഷെയർ മാർക്കറ്റ് ഉടായിപ്പാണ്, എൻ്റെ പൈസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ പറയും. അപ്പോൾ അതിന് റീസൺ എന്താണ്? റീസൺ കറക്റ്റായിട്ട് ഈ ട്രേഡർ നമ്മോട് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുള്ള വാങ്ങിയിട്ടുള്ള ട്രേഡർ ആ പൈസ വാങ്ങുന്നത് വരെ ട്രേഡ് ചെയ്തത് അയാളുടെ എമൗണ്ട് കൊണ്ടായിരിക്കും. അയാൾ 1-2 വർഷം അല്ലെങ്കിൽ 5-6 മാസം അയാൾ ട്രേഡ് ചെയ്തപ്പോൾ അയാളെ കയ്യിൽ 10,000 രൂപയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ആ സമയത്ത് 10,000 രൂപയ്ക്ക് അയാൾക്ക് 1,000 രൂപ റിസ്ക് വെച്ചിട്ട് അയാൾ 2,000 രൂപ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 10,000 രൂപയ്ക്ക് അയാൾ തുടർച്ചയായിട്ട് 6 മാസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടാൽ 1,000 കിട്ടുകയാണെങ്കിൽ 2,000 എന്നായിരിക്കും. അയാൾ ഒരാളെ കയ്യിൽ നിന്നും 1,00,000 വാങ്ങി അയാൾക്ക് മാസം 5,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അങ്ങനെ അയാൾ ചിന്തിക്കുകയാണ് 10,000 രൂപയ്ക്ക് എനിക്ക് 2,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് എനിക്ക് എത്ര 20,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യും, അയാൾ ആ 1,00,000 വാങ്ങിയിട്ട് ഇയാൾക്ക് 5,000-6,000 കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതുവരെ അയാൾക്ക് റിസ്ക് ഉണ്ടായിരുന്നത് 1,000 രൂപയാണ്. 1,00,000 വെച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് റിസ്ക് 10,000 രൂപയാണ്.
ആദ്യം അയാൾ ട്രേഡ് ചെയ്യുന്ന അതേ ക്യാപിറ്റലിനുള്ള എമൗണ്ട് ആണ് അയാൾക്ക് ഒരൊറ്റ ട്രേഡിൽ പോകുന്നത് റിസ്ക് ആണെങ്കിൽ. അഥവാ റിവാർഡ് ആണെങ്കിൽ 20,000 രൂപ കിട്ടും ചെയ്യും. അത് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ ഒരു ക്യാപിറ്റൽ റിക്കവർ ചെയ്യാനുള്ള മെന്റാലിറ്റിയാണ് വരിക. ഇത് ചെറിയ ഉദാഹരണമാണ്. ഇത് വലിയ വലിയ ഫണ്ടുകൾ വാങ്ങിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണം വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ക്യാപിറ്റൽ 10,000 രൂപയാണ്. അത്രയും എമൗണ്ട് അയാൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ പുറത്തുനിന്ന് വാങ്ങിയ എമൗണ്ട് ആവുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യും, ഈ 10,000 പ്ലസ് പ്രോഫിറ്റും കൂടി ഉണ്ടാക്കിയാൽ മാത്രമേ ആ ക്യാപിറ്റൽ നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ അയാൾ ഓവർ ട്രേഡ് ചെയ്യും, അയാളെ മൈൻഡ് സെറ്റ് മാറും, ടെൻഷൻ അടിക്കും, ടെൻഷൻ ഈ ട്രേഡിങ്ങിനെ ബാധിക്കും. അങ്ങനെ എല്ലാ ഈ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉള്ള ട്രേഡുകളാണെന്ന് വിചാരിച്ച് ലോസിലേക്ക് പോകുന്ന ട്രേഡുകൾ വാങ്ങും, അയാൾ എൻഡ് എടുക്കും, അങ്ങനെ ലോസ് ആവും, അങ്ങനെ ക്യാപിറ്റൽ നഷ്ടപ്പെടും, അങ്ങനെ പോകും. ആ രീതിയിലുള്ള ആ ഒരു ഐഡിയ കിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും, അയാൾ വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അയാളെ ചുറ്റിപ്പറ്റി ഇയാൾ മുങ്ങുമ്പോൾ എന്ത് പറയും, ഷെയർ മാർക്കറ്റ് ഉഡായിപ്പാണ്, ഇതിലാരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. ഈ 2 തരക്ക് ആളുകളാണ് ഈ ഷെയർ മാർക്കറ്റ് ഉഡായിപ്പാണ്, മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. പല ആളുകളും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു ഇത് പല ആളുകളും ഉഡായിപ്പാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് ലേണിങ്ങിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണാം. നിങ്ങൾ അത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് സ്കില്ല്. അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.